ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ സഹോദരങ്ങളെ, ആത്മഫലത്താലും വരത്താലും നിറയപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ വിഷയം. മരിച്ചു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷ ആർക്ക് വേണ്ടി ചെയ്യുന്നേ? എൻ്റെ അനിയനും മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊട്ട ശുശ്രൂഷ അവിടെ നടത്തി. കുറേ പാട്ടുകാർ വന്ന് പാട്ട് പാടി എങ്ങനെയെങ്കിലും അനിയനെ മുകളിലോട്ട് കൊണ്ടുപോകാമെന്നുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തി. ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ ഇരുന്ന് വീങ്ങിപ്പൊട്ടുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല മരണങ്ങൾക്കും അടക്കങ്ങൾക്കും പോയതിന് ശേഷം ഒരു സഹോദരനെ മൈക്ക് ഓപ്പറേറ്റർ ആയിരുന്നു പുള്ളിയുടെ ജോലി. മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രിയ സഹോദരൻ കർത്താവിൻ്റെ വരവിൽ ഞങ്ങൾക്ക് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടിച്ചിട്ടു. അപ്പോൾ മക്കളുടെ സാക്ഷ്യം പറയാനുള്ള സമയം കൊടുത്തു. അപ്പോൾ ഒരു മോൻ പറയുക, എൻ്റെ പപ്പനെ ഞാൻ ഇതുവരെയും ഫ്ലൈറ്റിൽ കൊണ്ടുപോയില്ല, എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല, എൻ്റെ മമ്മീനെയെങ്കിലും ഞാൻ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. ഇത് പറഞ്ഞാൽ ഇയാൾ സ്വർഗത്ത് പോവോ? എന്തൊക്കെ അബദ്ധമായി പറയുന്നത്. ഒരു 100 പാട്ട് ഗ്രൂപ്പുകാർ വന്ന് 100 പാട്ട് പാടി ഈ പുള്ളി ആത്മാവ് നിറഞ്ഞ സ്വർഗത്ത് പോവോ? ഞാനീ പറയുന്നതിൻ്റെ താല്പര്യം നിങ്ങൾ വിമർശിക്കാനല്ല പറയുന്നത്. രൂപാന്തരം പ്രാപിക്കണമോ, ഉയർത്തെഴുന്നേറ്റ് വരണമോ, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമായ വചനങ്ങൾ അവർ സഭയെ പഠിപ്പിച്ചത്, ഇന്ന് ശുശ്രൂഷകന്മാർ സഭയെ പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് അവരെ നടത്തി ക്രിസ്തുവിൻ്റെ പത്രങ്ങളാക്കി അവരെ തീർക്കണം. അല്ലാതെ എങ്ങനെയാണ് അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്? എങ്ങനെയാണ് അവർ രൂപാന്തരം പ്രാപിക്കുന്നത്? ഈ മെസ്സേജ് കേട്ടിട്ട് വല്ല ന്യൂട്രലായിട്ടുള്ള രീതിയിൽ സ്വർഗത്ത് പോകാൻ വഴിയുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. വലിയ ഉപകാരമായി. എനിക്കും അത് പ്രസംഗിക്കാമല്ലോ. ഞാൻ പിതാക്കന്മാരിൽ നിന്ന് ഈ ദൈവവചനം കേട്ട് പഠിച്ചിട്ടൊന്നും എനിക്ക് ഒരു പോം വഴിയും ഒരു ന്യൂട്രൽ വഴിയും അവിടെ ഇല്ല. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ആരാ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്? എന്താ പിതാവിൻ്റെ ഇഷ്ടം? അതിപ്പോൾ പഠിക്കാമല്ലോ. എന്താ പിതാവിൻ്റെ ഇഷ്ടവും നമുക്ക് പഠിക്കാമല്ലോ. എടുക്കാം. 1 തെസ്സലോനി 1-ാം അധ്യായം 5-ാം വാക്യം, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, തമ്മിൽ തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. അടുത്ത, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. മത്തായി 21 പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തിടത്രേ സ്വർഗരാജ്യത്തിൽ. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കിടക്കാനുള്ള ഉപദേശം ഏതാ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. പൗലോസ് പറയുന്നു, പിതാവിൻ്റെ ഇഷ്ടം എന്താ? തമ്മിൽ തമ്മിൽ സമാധാനമായിരിക്കുന്ന പിതാവിൻ്റെ ഇഷ്ടം. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുന്നവരോ പിതാവിൻ്റെ ഇഷ്ടം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുന്ന പിതാവിൻ്റെ ഇഷ്ടം. ബലഹീനരെ താങ്ങുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. തമ്മിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് പിതാവിൻ്റെ ഇഷ്ടം. നന്മ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തിന്മ ചെയ്യരുത്. ഇപ്പം അതല്ലല്ലോ കണ്ടുവരുന്നത്. എപ്പോഴും സന്തോഷിക്കുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൽ സന്തോഷിക്കുക. അല്ലാതെ ഈ ഫോണിലും ഈ ടി വിയിലൊക്കെ കാണുന്ന ഈ സിനിമാ നടന്മാരും നടിമാരും കാണിക്കുന്ന കോമാളിത്തരം കണ്ട് കൊക്കൊക്കെ വെക്കുന്നതല്ല സന്തോഷം. ആ നരകത്തിലേക്കുള്ള വഴിയാ. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. ഞായറാഴ്ച മാത്രം പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ എനിക്കറിയാം. വൈകുന്നേരം ഒരു കുടുംബ പ്രാർത്ഥന എല്ലാവരും കൂടി കൂടുമ്പോൾ ഒന്ന് കൂടി വന്ന് എന്ത് ചെയ്യുക? ഒരു ഉണക്ക പാട്ടും പാടി. പാട്ട് കേട്ടാൽ തന്നെ മനുഷ്യന് സ്വസ്ഥത പോകും, ഉള്ള സ്വസ്ഥതയും കൂടി പോകും. കപ്പാങ്കുത്ത് പാട്ടും പാടി ഒരു അധ്യായം വായിച്ച് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ട് വാരി വലിച്ച് തിന്ന് മാത്തരിതാ കിടക്കുന്നതെന്ന് പറഞ്ഞു കിടക്കുന്നത്. അതാണോ പ്രാർത്ഥന ജീവിതം? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സർവാധിപത്യത്തെക്കുറിച്ച് എഫേസ്യർ 6-10 മുതൽ 19, 18 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഇടപെടാതെ പ്രാർത്ഥിപ്പി.
ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. അവിടെ പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാത്തവൻ എന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കാന്? അല്ല, വലിച്ചു വാരി തിന്നണമെന്നുള്ള ചിന്തയല്ലേ ഇന്ന് വിശ്വാസികൾക്കുള്ളൂ. കൂട്ടായ്മ കഴിയാൻ ഭയങ്കര ഒരു ചാപ്പാടിക്കുക. ചാപ്പാടിച്ചില്ലെങ്കിലോ കൂട്ടായ്മയൊന്നും ഗുണമില്ലായിരുന്നു. തിന്നാനും കുടിക്കാനല്ല നമ്മൾ കൂട്ടായ്മയ്ക്ക് വരുന്നതെന്ന് മനസ്സിലാക്കണം. ആ പതിവൊക്കെ അങ്ങ് മാറ്റണം. എന്ത് കിട്ടിയാലും കുടിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് ആത്മീയമായി ഉരിഞ്ചു വളരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് കിട്ടിയാലും ഭക്ഷിക്കുക. കേരളക്കരയിലെ പെന്തക്കോസ്ത് സമൂഹത്തിൽ ശക്തിയോടെ ജീവിച്ചിരുന്ന പാസ്റ്റർമാരും അവരുടെ കുടുംബങ്ങളും ചരിത്രങ്ങളൊക്കെ ഞാൻ വായിച്ച് പഠിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാ. പല വീടുകളിലും ഭക്ഷണമില്ലായിരുന്നു. കുഞ്ഞുങ്ങൾ ഭക്ഷിച്ച ഭക്ഷണം ഏതാണെന്നറിയാമോ? ഏതാ? സ്കൂളിൽ വിളമ്പുന്ന ഉപ്പുമാവ് അവർ ഭക്ഷിച്ചേ. മനസ്സിലായോ? അവിടെ ഭക്ഷിച്ചിട്ട് കുറച്ച് പൊതിഞ്ഞ് കെട്ടി വീട്ടിൽ കൊണ്ട് അത് വീട്ടിൽ വെച്ച് ഭക്ഷിക്കും. രാവിലെ പാസ്റ്ററും ഭാര്യയും കൂടി പ്രാർത്ഥിച്ച് കുളിച്ചൊരുങ്ങി സുവിശേഷം പ്രസംഗിക്കാൻ പോകും. മക്കളോട് പറയും, എന്താ പറയും മക്കളോട്? പപ്പയും മമ്മിയും വരുമ്പോൾ മക്കള് കരിയില പറക്കി, കുറേ വിണകൊക്കെ പറക്കി, ചിരട്ടയുണ്ടെങ്കിൽ എല്ലാം കൂടി ഇട്ട് കത്തിച്ച് വെള്ളം തിളപ്പിച്ചിട്ടേക്കണം. എന്നിട്ടോ അപ്പം വരുമ്പോൾ ഇച്ചിരി മീനോ വല്ലതും കിട്ടുന്നതനുസരിച്ച് അരി മേടിച്ചോണ്ട് വരാം. ആ നാഴി അരി ഒരു രണ്ട് നാഴി അരി ഇട്ട് കഞ്ഞി വെച്ച് ഒരു ചമ്മന്തിയോ കിട്ടിയാലായി, കിട്ടിയില്ല എന്തെങ്കിലും കിട്ടിയാലേ, കറി ഉണ്ടെങ്കിലായി ഇല്ലെങ്കിലായി, അത് വെച്ച് വയറ് നിറയെ വലിച്ചു കുടിച്ച് പാട്ടും പാടി പ്രാർത്ഥിച്ച് ആത്മീയ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ ജീവിച്ച പിതാക്കന്മാരുടെ മക്കൾ ഇപ്പം അതും ഇതുമൊക്കെ തിന്ന് ആസ്പത്രിയിൽ പോയി കൊടുക്കുക. 15 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം ഒക്കെ കറുത്ത് കീറി മുറിച്ചെടുത്ത് കാശ് മുഴുവൻ അവർ തിന്നുകൊണ്ടിരിക്കുക. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പൻ 16 ലക്ഷം രൂപയാണ് എണ്ണി കൊടുത്തത് ആസ്പത്രിയിലെ. ഇതെവിടെ നിന്ന് കിട്ടിയ കാശ്? അന്നത്തിന് വകയില്ലായിരുന്നല്ലോ ഈ മാന്യന്. ആളും പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറഞ്ഞ് അധിക്ഷേപിക്കുന്നില്ല. ദ്രവ്യാഗ്രഹികളായ ദൈവദാസന്മാർ ഇനിയെങ്കിലും ഈ പ്രസംഗം കേട്ട് മടങ്ങി വരണം. ആദിമ പിതാക്കന്മാർ ദൈവവചനം സംസാരിച്ചതുപോലെ പഥ്യവചനം, പഥ്യോപദേശം കറതീർന്ന് യാതൊരു കറുപ്പില്ലാതെ ഏതൊന്നും കൂട്ടിച്ചേർക്കാതെ ഒരു സത്യവും മറിച്ചു കളയാതെ അതിൻ്റെ തനിമയിൽ പ്രസംഗിച്ച് ജനത്തെ ദൈവവരവ് കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്ന വിശുദ്ധന്മാർ എല്ലാം തിരശ്ശീലയ്ക്ക് അകത്ത് പോയി. ഇപ്പൊ കാണുന്ന മുഴുവൻ അവരുടെ സന്തതികളും സന്തതി പരമ്പരകളും ദ്രവ്യാഗ്രഹികളും. ഒരാളുടെ വീടിനെ കുറിച്ച് പറയുമ്പോൾ 12 കോടിയാണ്. സിനിമാ സ്റ്റാർ 5 കോടിയുടെ വീട് വെച്ചേക്കുമ്പോൾ പാസ്റ്റർ 12 കോടിയുടെ വീട്. എങ്ങനെ പറയാതിരിക്കും സഹോദരന്മാരെ? എങ്ങനെ പറയാതിരിക്കും? ഇതാണോ ആത്മീയത? എന്നിട്ട് കള്ള് ഷാപ്പിൽ കയറിയിരുന്ന് ബിസ്കിയുടെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് ഫോട്ടോ വരെ ഞാൻ കണ്ടതാ. അവർ പോകുന്നിടത്തൊക്കെ അവർക്ക് കുടുംബജീവിതം, അവർക്ക് പോകുന്നിടത്തൊക്കെ അവർക്ക് വീട്, അവർ പോകുന്നിടത്തൊക്കെ അവർക്ക് ലോക സുഖ സൗകര്യങ്ങൾ. ഇതാണോ ആത്മീയത? ഇത് പൈശാചികമല്ലേ? ഹല്ലേലൂയ. കർത്താവ് വരാറായി, സഭയെടുക്കപ്പെടാൻ നേരമായി. ആത്മീക സമ്പത്ത് പ്രാപിച്ചവരെ കൊണ്ടുപോകാൻ കർത്താവ് വരാൻ പോവുക. വിശ്വാസത്തിൽ സമ്പന്നരായവരെ, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരെ, സന്തോഷ സമൃദ്ധിയുള്ളവരെ, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവർ, ഹല്ലേലൂയ, സമാധാനത്തിൻ്റെ സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി. പഴയ നിയമം ഭൗതിക സമൃദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മോശയിക പ്രമാണം, പുതിയ നിയമം ആത്മീക സമൃദ്ധിയെയും ആത്മീക സമ്പത്തിനെയും പഠിപ്പിക്കുന്നു. മറന്നു പോകരുത്, നമ്മൾ തെറ്റിപ്പോകരുത്. ഇത് തെറ്റിപ്പോയാൽ നിന്റെ ഇടപാട് തീർന്നു. സാത്താൻ നിന്റെ തലമണ്ടേ കയറി ഇരുന്ന് ഞരങ്ങും. ഹല്ലേലൂയ. മരിക്കുന്നവരെ ഞങ്ങൾ ആത്മീക സമ്പത്താണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിലും അനുഗ്രഹിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ട ആത്മീക സമ്പത്ത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന രൂപം നിങ്ങൾ അറിയുന്നില്ല. ആ വാക്യം പോലും വളച്ചൊടിക്കുക. ഇപ്പോൾ യേശു ദരിദ്രനായി തന്നെ കോടീശ്വരനാക്കാനാണ്. ഒരു വെളിവേട്ടവും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ധനവാനെന്ന് പറയരുത്, സമ്പന്നൻ, 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 ദൈവസന്നിധിയിൽ സമ്പന്നൻ, സമ്പന്നൻ. എവിടെ നിന്ന് കിട്ടിയ വാക്ക്? സാത്താൻ അവൻ്റെ വന്ന് ആവി കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ തെറ്റിപ്പോകരുത്. ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും തന്നെ മരണം വരെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനോട് കൂട്ടിയേർക്കാൻ പാടില്ല, അതിനോട് അടർത്തിയെടുത്ത് കളയാൻ പാടില്ല.
പിന്നെ അതിനെ കോട്ടിക്കളയാൻ പാടില്ല. കൂട്ടിച്ചേർക്കരുത്, കോട്ടിക്കളയരുത്, മറിച്ച് കളയരുത്. അത് അതിൻ്റെ തനിമയിൽ തന്നെ പ്രസംഗിക്കും. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. സ്വർഗരാജ്യത്തിൻ്റെ വചനങ്ങളെ അതഴിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യം ചെറിയവെന്ന് വിളിക്കും. അതങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ മഹനീയമായ സത്യം നമുക്ക് കാണാം. അഴിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വാണിംഗ് ആയിട്ട് ഈ പ്രസംഗം നിലകൊള്ളുന്നു എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. 5:17 വാക്യം നമ്മൾ പഠിച്ചു പിടിക്കുമ്പോൾ, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ നിവൃത്തിയാകുവോളം ഈ ന്യായപ്രമാണത്തിൽ ഒരു വള്ളി പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ല. ആകയാൽ ഈ ഏറ്റവും വലിയ ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്പം ഇഷ്ടംപോലെ അഴിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ പറയുന്നു, അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ആ പ്രമാണങ്ങൾ ആചരിക്കുകയും അതനുസരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ പഴയ ജോലിക്ക് പൊക്കോ. നല്ല നല്ല ജോലി ഇട്ട് വന്നവരൊക്കെ അതിലേക്ക് പോയി ചേർന്ന് കാശുണ്ടാക്കുക. ഹല്ലേലൂയ. കാശുണ്ടാക്കാനാണെങ്കിൽ എൻ്റെ പഴയ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. ഒരു കോടീശ്വരനായി എനിക്കും ഇവിടെ ജീവിച്ച് നരകത്തിൽ പോകാമായിരുന്നു. എന്നാൽ അതെല്ലാം വലിച്ചെറിഞ്ഞ് ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നുള്ള വചനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. കാരണം ദൈവരാജ്യത്തിൽ കിടക്കുന്ന കഷ്ടങ്ങളിലൂടെയാണെന്ന്. തുകിച്ചു പുളത്തല്ല, വിശാലമായ വഴിയിലൂടെ പോയിട്ടല്ല ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഇടുക്കും അതിലൂടെ പോകാനാ പറഞ്ഞു. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ, കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ആയതല്ലോ മോക്ഷ വഴി, കെട്ടതക തീർക്കുവാൻ ഭക്തന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടാറാ. ഇടുക്കമുള്ള ഞെരുക്കമുള്ള വഴി. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാർ മുഴുവൻ ആഗ്രഹിക്കുന്നത് വിശാലമായ വഴി. ഞങ്ങൾക്ക് 5000 സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ വീട് നിങ്ങൾക്ക് വേണ്ട. എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുകളിൽ വീട് കെട്ടാൻ സാധ്യത കുറവാണ്. 5000 സ്ക്വയർ ഫീറ്റ് വീട് കിടന്നിട്ട് നീ ജീവിച്ച് നരകത്തിൽ പോയാലോ? നിന്റെ സ്വർഗവാസം തീർന്നില്ലേ? വിറ്റ് നരതർ കൊടുത്തിട്ട് കഷ്ടങ്ങളിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, ഞെരുക്കങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എന്തിനാ ഈ കഷ്ടത എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു കാര്യം. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കും. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പൊ പുത്രൻ അനുസരണം പഠിച്ച് തികണേ നമുക്ക് അനുസരണം പഠിക്കണ്ടേ? ചിലർ എത്ര കഷ്ടത അനുഭവിച്ചാലും അനുസരണം പഠിക്കത്തില്ല. പഠിക്കത്തില്ലെങ്കിൽ അതിന്റെ കഷ്ടത പിന്നെയും തിന്നുകൊണ്ടിരിക്കും. അവസാനം നരകത്തിലും പോയി വീഴും. അവസാനം കഷ്ടതകളിലൂടെ അനുസരണം പഠിക്കണം. ദൈവം എന്തിനാ മക്കളെ ശിക്ഷിക്കുന്നത്? ബാലശിക്ഷ കൊടുക്കുന്നത് എന്തിനാ? മകനായതുകൊണ്ടാണ് ബാലശിക്ഷ കൊടുക്കുന്നത്. മകനല്ലെങ്കിലോ ജാരസന്തതിയാ, കൗലുടേനാ, അവൻ നശിച്ചു പോകാനിടയായിത്തീരും. ബാലശിക്ഷ പ്രാപിച്ച് ദൈവം എന്നെ ശിക്ഷിച്ചു, ദൈവം എന്നെ തല്ലി, എൻ്റെ പിതാവിനെ തല്ലി. ഒരു കുഞ്ഞ് ഇങ്ങനെ കരയും, എന്തിനാ പപ്പ എന്നെ തല്ലി? ഇല്ല ചെയ്യാത്ത. ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു, ഞങ്ങളുടെ കൊച്ചിനോട് ചോദിക്കും, മോനെ നീ അത് ചെയ്യുമോ? ഇല്ല. എന്താ കാര്യം? പപ്പ എന്നെ തല്ലിയോട് ഞാൻ ചെയ്യത്തില്ല. അതിനൊരു 10 പ്രാവശ്യം ചെയ്തു നോക്കിയേ, അവനങ്ങ് ചെയ്യത്തില്ല. കയറൂതി വിട്ടാലോ? വല്ല ഹാമാസിൻ്റെയും ഹിസ്ബുള്ളുടെയൊക്കെ കൂടെ പോയി ചേരും അവസാനം, ശിക്ഷണമൊന്നും ഇല്ലാതെ പോയാൽ. നമ്മൾ മനസ്സിലാക്കണം അത്. ബാലന്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു. ശിക്ഷയ്ക്കുള്ള വടി അവനെ അതിൽ നിന്ന് അകറ്റിക്കളയുന്നു. തന്നെ സ്നേഹിക്കുന്ന മകനെ തല്ലുന്നു. ബോധമില്ലാത്ത മനുഷ്യരായി ഇന്ന് ലോകത്ത് കിടക്കുന്നത്. മനസ്സിലായോ? ഞാൻ അതിനാ പറയുന്നത്, വചനം വായിച്ച് പഠിക്കണം. ഈ മാന്തലൊക്കെ നിർത്തിയിട്ട് വചനം വായിച്ച് പഠിക്കണം. നല്ല പ്യുവർ വചനം. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമായ വചനം വായിച്ച് പഠിച്ചാൽ ദൈവവചനം നമ്മളെ ജ്ഞാനികളാക്കുമെന്ന പൗലോസ് പറയുന്നത്. ഞാൻ സമയത്തിൻ്റെ ദൗർലഭ്യമുണ്ട്. ഒരു 10-15 മിനിറ്റ് കൂടിയുള്ളൂ. പെട്ടെന്ന് നിർത്തിക്കോളാം. സ്തോത്രം. 12 മണിയായി. 12:15 നമ്മൾ നിർത്തും. സ്തോത്രം. അപ്പോൾ ഇവിടെ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതെല്ലാം എന്തിനറിയിക്കുന്നു? നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകില്ലെന്ന് അറിയിക്കും.
എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിന്റെ കൂട്ടായ്മ ആരോടാണെന്ന് എൻ്റെ ചോദ്യം. ഇന്നത്തെ വലിയ വലിയ വിശ്വാസികൾ എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ കൂട്ടായ്മ പാസ്റ്ററിനോടും പാസ്റ്ററമ്മയോടും സെൻട്രൽ പാസ്റ്ററോടും ലോക്കൽ പാസ്റ്ററോടും ഒക്കെയാണ്. കൂടെ വരുന്ന ഓട്ടോറിക്ഷക്കാരനോടൊന്നും തിരിഞ്ഞു പോലും നോക്കൂല അവരാരും. കാരണം പാസ്റ്റർ ഇച്ചിരി ഊതി വിരുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പാസ്റ്ററുടെ കൂടെ ഒട്ടി നടക്കുക ചില അച്ചായന്മാർ. ഒരു ഗുണവുമില്ല. ഒരു സഭയിൽ വരുന്ന ദൈവദാസനോട്, ദൈവദാസിയോട്, അല്ലെങ്കിൽ ഒരു പാസ്റ്ററിനോട്, ഒരു ശുശ്രൂഷകനോട്, ഒരു വിശ്വാസിയോട് ദൈവവചനം പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് എഴുതുന്നു. അപ്പൊ അവരുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും ആണെങ്കിൽ അവർ ഈ ഉപദേശം നമുക്ക് എഴുതി തരുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ കൂട്ടായ്മ ആരോടായിരിക്കണം? പിതാവിനോടും പുത്രനോടുമായിരിക്കണം. ഈ സത്യം മനസ്സിലാക്കി എത്ര പേരുണ്ട്? പാസ്റ്റർ എൻ്റെ പാസ്റ്ററിൻ്റെ ഫാനാണ്, ഉള്ള നല്ല കാര്യം. നിന്നെ നരകത്തിൽ കൊണ്ടെത്തിക്കാൻ വേറെ ഒരു വഴിയും വേണ്ട. നമ്മുടെ ആരാധ്യ പുരുഷൻ കർത്താവായിരിക്കണം. ഇന്നലെ ഞങ്ങളൊരു പാട്ട് പാടിയുണ്ട്, എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നു യേശു മാത്രം സമ്പത്താകുന്നു. ധൈര്യത്തോടെ പാടാൻ പറ്റുമോ? 10 ചക്രമുള്ളവർക്കൊക്കെ ഈ പാട്ട് പാടാൻ പറ്റുമോ? നമ്മുടെ സമ്പത്ത് കർത്താവാണ്, നമ്മുടെ ഉപനിധി. ഉപനിധി കർത്താവ് എന്നിട്ടല്ല, അത് പത്യവചനം പത്യോപദേശമാണ്. അങ്ങനെ പത്യോപദേശം എന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു. ആ വചനമാകുന്ന ദൈവം പത്യവചനം പത്യോപദേശം. മനസ്സിലായി? കർത്താവാണ് നമ്മുടെ എല്ലാം. കർത്താവിനെ കൂടാതെ ഒന്നും വേണ്ട. ദൈവ ഇഷ്ടത്തിനല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഒരു വീട് വാങ്ങുക, ഒരു കാറ് വാങ്ങുന്ന, ഒരു വിവാഹം കഴിക്കുക, എല്ലാം ദൈവപ്രകാരം ചെയ്യേ. ഇല്ലെങ്കിൽ വെറുതെ ഒറ്റയ്ക്കിരുന്നു. അപ്പം അതിനനുസരിച്ച് സ്വർഗത്ത് പോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവൻ ചെയ്യാതെ ജീവിച്ചാൽ പോരെ? അപ്പം നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമായിരിക്കണം. അതാ യോഹന്നാൻ പഠിപ്പിക്കുന്നത്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, അത് പെട്ടെന്ന് പറഞ്ഞെങ്കിൽ തീർക്കട്ടെ സമയം കൊണ്ട്. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് എഴുതി. അതെന്താ നമ്മുടെ സന്തോഷം പൂർണ്ണമായ 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ച ഒരു കുഞ്ഞു വാക്യം? നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ എഴുതുന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും ആയിരുന്നതുപോലെ ഞാനും നിങ്ങളും പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉള്ളവരായി ജീവിക്കാനാണ് അപ്പോസ്തലന്മാർ ഇത് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. നമ്മുടെ കൂട്ടായ്മ കാശുള്ളവരോടും, നമ്മുടെ കൂട്ടായ്മ ജഡീകന്മാരോടും, നമ്മുടെ കൂട്ടായ്മ പൊളിറ്റിക്സിലെ ആൾക്കാരോടും ആണെങ്കിൽ നമ്മുടെ സന്തോഷം എവിടെ പൂർണ്ണമാകുന്നേ? അല്ലേ? എന്ന് വെച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ ആദരിക്കരുതെന്നും അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കളയണം. ഹല്ലേലൂയ. ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ മീറ്റിങ്ങിൽ വന്നാൽ എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് കൊണ്ടിരുത്ത പാസ്റ്റർമാരിക്കുന്നിടത്തല്ല ഈ എടിയന്മാരെ കൊണ്ടിരുത്തേണ്ടത്. പണ്ടാരണ്ടം പറയണ്ടായി, ഉമ്മൻ ചെല്ലിത്തല ഹല്ലേലൂയ പറഞ്ഞപ്പോൾ പെന്തക്കോസ്തരെല്ലാം കൂടി അങ്ങ് ആത്മാവിലായിരുന്നു. ഏതാത്മാവ്? ഉമ്മൻചാണ്ടി ഒന്ന് പ്രസംഗിച്ചോ പെന്തക്കോസ്തരന് ഇളകി മറിയായിരുന്നു. എന്തിളക്കി മറിച്ചില്ലേ? പിണറായി വന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ആത്മീയരെന്ന് പറയുന്ന യഡീകന്മാരുടെ ഒരു ഒരു കാണേണ്ടത് തന്നെയായിരുന്നു. എന്താ ഇത്? നമ്മുടെ ഇടയിൽ അവർക്കെന്താ സ്ഥാനം? പണ്ട് ക്യാപ്റ്റൻ ശർമ്മ ദിവസം ഉണ്ടായിരുന്നു, ദർശനമുള്ള ദിവസം. പൊളിറ്റിക്കൽ ലീഡേഴ്സ് വന്നാൽ അവർക്ക് വേണ്ടി വേറെ സ്റ്റേജ്, വേറെ ഇരിപ്പിടങ്ങൾ, അവിടെ ഇരുന്നോളൂ. ഇങ്ങോട്ടൊന്നും അടുപ്പിച്ചേക്കരുത്, ഇവിടെ അഭിഷക്തന്മാർക്കുള്ളതാണ്. എന്താ ദർശനം അവർ കിട്ടാത്ത? ഇവർ ജഡീകന്മാരായിപ്പോയി. ഹല്ലേലൂയ. അവർ മനുഷ്യന്റെ സഹായം ആഗ്രഹിക്കുക. RSS കയറി ഞങ്ങളെ തല്ലിയ, പിണറായിയുടെ ഗവൺമെന്റ് ഉണ്ട് ഞങ്ങളെ തടയാൻ. എടാ, നിനക്ക് ദൈവദൂതന്മാർ വേണ്ടേ? നിനക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പിണറായിയുടെ പോലീസ് മതി. നിന്നെ പിന്നെ നരകത്തിൽ കണ്ടാൽ മതി. ഹല്ലേലൂയ. ഈ അപ്പോസ്തലന്മാരെ ആരൊക്കെ സംരക്ഷിച്ചു? യഥാർത്ഥ വിശുദ്ധന്മാരായി ജീവിച്ച കോടാനുകൂടി ഭക്തന്മാര്, ഭക്തമതികൾ രക്തസാക്ഷികളായി തീർന്നു. അവരെ ആര് സംരക്ഷിച്ചു? അവിടെ തല പോയി.
അവിടെ കുഞ്ഞുങ്ങളെ കൊന്നു, അവിടെ മാതാപിതാക്കളെ ചുട്ടരിച്ചു. ഓ ദൈവമേ! 2 വൃക്ഷച്ചെല്ലിയിൽ അടുത്തടുത്ത് നിൽക്കുന്ന 2 വൃക്ഷങ്ങളുടെ കൊമ്പുകളിൽ ഒരു കാല് ഒരു വൃക്ഷത്തിലും മറ്റേ കാല് പിടിച്ചു വലിച്ച് മറ്റു വൃക്ഷത്തിലും കെട്ടിയിട്ട് റോമാക്കാര് പിടിവിട്ടപ്പോൾ 2ആയി പിളർന്ന് വിശുദ്ധൻ മരിച്ചു. ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് മരിച്ചു. ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചു. വായ് വളർന്ന് വായിൽ ഈയം ഉരുക്കി ഒഴിച്ചു. കൈകാലുകൾ വെട്ടിമാറ്റി, തലയറുത്ത് മാറ്റി. എത്രയോ വിശുദ്ധന്മാരെ റോമൻ സാമ്രാജ്യവും യഹൂദന്മാരും കൊന്ന് കൊലവിളി നടത്തി. അവര് സ്വർഗത്ത് പോവുമോ? നമ്മൾ സ്വർഗത്ത് പോവുമോ? പറ സഹോദരാ, ആര് പോവും? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അപ്പോസ്തലന്മാർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമായ സുവിശേഷം വചനങ്ങൾ നമ്മൾ അനുസരിക്കണം. സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തുക. സുവിശേഷത്തിൻ്റെ 2ാം ഭാഗം അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിച്ചവരെ ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തുക. അങ്ങനെ സുവിശേഷത്തിന് 2 ഭാഗങ്ങളുണ്ട്. 1-ാം ഭാഗം കോമൺ സാൽവേഷൻ, 2-ാം ഭാഗം ഉപദേശം കൊണ്ട് അവനെ ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തുക. ഈ 2 അനുഭവങ്ങളിലൂടെ നടത്തി വിശ്വാസികളെ കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുക്കി നിർത്തുമ്പോഴാണ് സന്തോഷമുണ്ടാകുക. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് എഴുതുന്നു. നാമും കർത്താവും പിതാവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നമുക്ക് ദൃഢമായിട്ടുണ്ടായി കഴിയുമ്പോൾ നമുക്ക് സന്തോഷം പൂർണ്ണമാകും. ജഡിക സന്തോഷമല്ല, ആത്മീയ സന്തോഷം. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവരുമായിട്ട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോഷ്ക് പറയും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഇത് പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിലെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വരിക. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ മുമ്പ് നമ്മൾ ഇരുളായിരുന്നു എന്ന വാക്യം എടുത്തവരൊന്ന് വായിച്ചാട്ടെ. മുമ്പ് നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ഞാൻ ഇതാ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. എഫേസ്യർ 5:8 മുതൽ, മുമ്പ് നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. വെളിച്ചമായി സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ള മക്കളായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പോൾ വെളിച്ചത്തിന് ഫലമുണ്ട്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. ഇരുട്ട് സാത്താനെ കാണിക്കുക, അതുകൊണ്ട് അങ്ങനെ പറയുന്നേ. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെക്കുറിച്ചും വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ആരാണ് ഈ ഉറക്കം നടിക്കുന്നവർ? ആത്മീയ അന്ധതയുള്ളവർ, ആത്മീയ ഇരുട്ടിൽ കഴിയുന്നവർ. ആത്മീയ ഇരുട്ടിൽ കിടക്കുന്നവരാണ് ഉറങ്ങുന്നവർ. ഇന്ന് ആത്മീയ അന്ധതയിൽ കിടക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നീ ഉറങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവിടെ ഇരുന്ന് എഴുന്നേൽക്കുക. ആരായി മരിച്ചവര്? ലോകത്ത് കിടക്കുന്ന അവിശ്വാസികൾ ആത്മീയമായി മരിച്ചു കിടക്കുക. ആ മരിച്ചു കിടക്കുന്നവരുടെ രക്ഷിക്കപ്പെട്ട ജ്ഞാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് ദൈവവചനവസ്ഥ പ്രകാരം ജീവിക്കാതെ ഉറങ്ങിക്കിടക്കുക. ആ ഉറങ്ങിക്കിടക്കുന്നവരോട് പൗലൂസ് വല്ല പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവിടെ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തുവിൻ്റെ മേൽ പ്രകാശിക്കും. ഈ പ്രകാശമുള്ള വ്യക്തിയായി മാറും. അതുകൊണ്ട് ആത്മീയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ആത്മീയമായി ഉറങ്ങിക്കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത് പറയുന്ന ഒരു പ്രധാന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുമുണ്ട്. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പന അല്ല, ആദ്യം മുതൽ നിങ്ങൾക്ക് പഴയ കൽപ്പന അത്രയും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പനയോ നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കും. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇരുച്ചയ്ക്ക് അവനിൽ കാരണവുമില്ല. സഹോദരനെ പഴിക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്നവൻ അറിയുന്നില്ല. എവിടേക്ക് പോകുന്നു? നരകത്തിലേക്ക് പോകുന്നു. അല്ല,
അതുകൊണ്ട് ഇരുട്ടും വെളിച്ചവും, വെളിച്ചം കർത്താവിനെയും ഇരുട്ട് സാത്താനെയും പ്രതിദാനം ചെയ്യുന്നു. നമ്മൾ ഇരുട്ടിൻ്റെ മക്കളല്ല, നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നമ്മളിൽ വെളിച്ചമാണ് ഉണ്ടാകേണ്ടത്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് കർത്താവ് പറഞ്ഞു. 3.5 വർഷം പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം കർത്താവ് എന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ ശക്തമായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൂടി ഈ വിഷയത്തോടനുബന്ധിച്ച് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. 4-ാം അധ്യായം. സെബുലൂൻ ദേശവും 14-15. സെബുലൂൻ ദേശവും നാത്താലി ദേശവും കടൽക്കരയിലെ യോർദാൻ കരയുമുള്ള നാടും ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവൻ വെളിച്ചമായിരിക്കുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ആത്മീയ അന്ധതയിൽ കിടക്കുന്ന ലോക മനുഷ്യർക്ക് കർത്താവ് ആരാണ്? ലോകത്തിന്റെ വെളിച്ചം. തമസ്സോമ ജ്യോതിർഗമയ, അസത്തോമ സദ്ഗമയ, മൃത്യോർമ അമൃതം ഗമയ. ഒരു ഹൈന്ദവ സൂക്തം. എന്താ തമസോമ? നിങ്ങൾ ഇരുട്ടിൽ കിടക്കുകയാണ്, വെളിച്ചത്തിലേക്ക് നയിക്കണം. എന്താണ് അസത്തോമ? ഞങ്ങൾ അസത്യത്തിൽ കിടക്കുകയാണ്, ഞങ്ങൾ സത്യത്തിലേക്ക് നയിക്കണം. എന്താണ് മൃത്യോർമ? ഞങ്ങൾ മരണത്തിന് അധീനരാണ്, നിങ്ങളെ ജീവനിലേക്ക് നടത്തുന്നു. ആ അക്ഷരത്തിൻ്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഇരുളിൽ കിടന്നത് അടിതപ്പുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചോ, നിങ്ങൾ വെളിച്ചത്തിൻ്റെ വക്താക്കളായി മാറും. അങ്ങനെ വെളിച്ചത്തിൻ്റെ മക്കളായി മാറുന്ന പ്രിയപ്പെട്ടവർക്കാണ് ഈ ലോകത്തിൽ എന്തെങ്കിലും മിന്നാമിനുങ്ങ് പോലെ ഒരു വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയില്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നാം പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകും. ഇന്നലെ ഞാനൊരു സഹോദരനോട് പറഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞ ഭാഗം എടുത്ത് പറഞ്ഞു, നാം പലരും പലതിലും തെറ്റിപ്പോകുന്നു. പാപം നമ്മളിൽ വരാം, തെറ്റുകുറ്റങ്ങളിൽ നമ്മളിൽ വരാം. കർത്താവെ, ഞാൻ തെറ്റിപ്പോയി. കർത്താവെ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. കർത്താവെ, ഞാൻ അവിശ്വസ്തനായി തീർന്നു. കർത്താവെ, ഞാൻ ബലഹീനനായിപ്പോയി. എൻ്റെ ദൈവസന്നിധിയിൽ നുറുങ്ങിയ ഹൃദയത്തോടെ നിറകണ്ണുകളോടെ നമ്മൾ പറയുമ്പോൾ കർത്താവിനോട് പാപങ്ങളെ ക്ഷമിക്കും. പിന്നെയും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ നമുക്ക് തരും. അതാ ഇവിടെ പറയുന്നത്, നമുക്ക് പാപമില്ലെന്ന് ആരും പറയരുത്. ചിലരൊക്കെ പറയുന്നത് കേട്ടാൽ, പണ്ടൊരു ഭക്തനായൊരു മനുഷ്യൻ, ഒരു സംഘടനയുടെ വലിയ ലീഡറായ മനുഷ്യൻ, എനിക്ക് വിവാഹവും വേണ്ട, എനിക്ക് ദൈവത്തെ പോലെ ആകണമെന്ന് പറഞ്ഞ അവസാനം ഉടുതുണിയില്ലാണ്ട് ഓടി സാത്താൻ്റെ സന്തതിയായി ചത്ത് മലന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് എനിക്ക് പഠിക്കാനിടയായിട്ടുള്ളത്. അധികം ഓവർ സ്മാർട്ടൊന്നും ആരും ആകണ്ട. വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക് നിർമ്മലമായിരിക്കട്ടെ. കല്യാണത്തിൻ്റെ അപാകതയെ പരിഹരിച്ചവനാണ് നമ്മുടെ കർത്താവ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനുഷ്യനെക്കുറിച്ച് മാത്രമേ കണ്ടു. സൃഷ്ടിപ്പിൻ പുസ്തകം വായിക്കുമ്പോൾ എല്ലാം നല്ലത് 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 നല്ലതെന്ന് കണ്ടിട്ട് മനുഷ്യനെക്കുറിച്ച് പറയുന്നത് അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. കുടുംബജീവിതം അതിൻ്റെ പരിപാവനതയോടെ നിർമ്മലതയോടെ ജീവിച്ച് കർത്താവിൻ്റെ ഒരു ദാസനായി നിൽക്കുന്നെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. നമ്മളുടെ കാലശേഷം ഒരു തലമുറകളും കർത്താവിനെ സേവിക്കാനിടയാകുമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിൻ്റെ ഇടയിൽ കയറി വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോയത്. സ്തോത്രം. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം തമ്മിലില്ലാതെ. പാപം നമ്മുടെ ജീവിതത്തിൽ വരാം. പൗലോസ് പറഞ്ഞു, എനിക്കൊരു തെറ്റിനെ കുറിച്ച് പോലും ബോധമില്ലെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ നീതിമാനെന്ന് വരികയില്ല. അപ്പോൾ അനുദിനം വരുന്ന തെറ്റുകുറ്റങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സാവാചാകർമ്മണ, എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ എന്നോട് ക്ഷമിക്കണം കർത്താവേ, പൊറുക്കണം കർത്താവേ എന്ന് പറഞ്ഞ് അത് പ്രാർത്ഥനയോടെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചാൽ പിന്നെയും വിശുദ്ധിയുടെ പാന്താവിലേക്ക് നടന്നു. ഇനിയില്ല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. കർത്താവ് വരാറായി. കർത്താവ് വരാറായതിൻ്റെ കാഹള ശബ്ദങ്ങളാണ് ഇസ്രയേലും ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളുമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ. അതിൻ്റെ കാഹള ധ്വനികളാണെന്ന് പ്രവചനത്തിലൂടെ നമ്മളത് മനസ്സിലാക്കണം.
ഇസ്രായേൽ പർവ്വത നിരകളിൽ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ വലിയ സൈന്യം അണിനിരക്കാൻ നേരമായി. യഹൂദന്റെ നഷ്ടപ്പെട്ട ആലയം പണിയാനായിട്ട് അവർ കല്ലുകൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ആലയത്തിന്റെ പണി തുടങ്ങുന്നതിന് മുൻപ് രണ്ടാലയം ഒരു സമയത്ത് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലാതെ ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. സഭയാം ദേവാലയം മാറ്റപ്പെട്ടതിന് ശേഷം മാത്രമേ യഹൂദന്റെ ദേവാലയം പണിയപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അതിൻ്റെ പണികളെല്ലാം തുടങ്ങാനുള്ള സമയങ്ങളിൽ വളരെ ആസന്നമായി. ഒരു ഷോർട്ട് പീരീഡാണ്, കാലം ചുരുങ്ങിയിരിക്കുന്നു. വളരെ സമയം മുമ്പോട്ട് പോയി. ആത്മീകരായി ജീവിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിന് അളവിലേക്ക് നടത്തപ്പെടുവാൻ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഉപകാരമായി ഭവിക്കട്ടെ. അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമായ വചനങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് 1, 2, 3 അധ്യായം വരെ നമുക്ക് തന്നിരിക്കുന്നത് അവരെ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയുമായ വചനങ്ങളാണ് അവരെ പഠിച്ചു. അവർക്ക് പറയാനുള്ള വിദ്യാഭ്യാസം, അറിവും കഴിവൊന്നുമില്ല. ഇച്ചിരി കഴിവുള്ള ഒരു ശിഷ്യൻ പൗലൂസ് മാത്രമായിരുന്നു. ഇനി ലൂക്കോസ് ഉണ്ട്. പൗലൂസ് പറയുന്നു, ഇനി ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി, ഒന്നും അറിയണ്ട. പൗലൂസും അവരുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യപ്പെടുക. ഞാൻ സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വായ്പം കൂടാതെ അത്രയും നിങ്ങളുടെ അടുക്കൽ വന്നത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. പൗലൂസും കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ ഓരോരുത്തരും അവർ കണ്ടത് കേട്ടത് തൊട്ടത് നോക്കിയത്. പൗലൂസ് ദർശനത്തിൽ കണ്ടു പ്രാപിച്ചു കർത്താവിൽ നിന്ന്, അവർ നേരിട്ട് പ്രാപിച്ചു. ഈ 2 വചനങ്ങളും 2 ഉപദേശങ്ങളും പൗലൂസും കർത്താവിൻ്റെ മറ്റു ശിഷ്യന്മാരും നമുക്ക് തരുന്നു. 5 പേര് തരുന്നുണ്ട്. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, 5 പേര് നമുക്ക് ഉപദേശം തരുന്നുണ്ട്. ലൂക്കോസ് പ്രവൃത്തി പുസ്തകവും തരുന്നുണ്ട്. വാക്കിനാൽ ലേഖനം താന്ന പ്രമാണങ്ങൾ വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുവാൻ തക്കവണ്ണം സർവശക്തനായ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാൻ സ്തോത്രം, 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 സ്തോത്രം.